വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വഴിയില്ലാതെയായിട്ട് തോട്ടുവരമ്പിൽ നടന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി സ്ഥലമൊക്കെ വിട്ടു തന്നുകൊണ്ട് ഒരു വഴി തന്ന് റോഡ് കിട്ടിയ വളരെ ഉപകാരമായി. വളരെ കഷ്ടപ്പെട്ട് ഗതികെട്ട് ഞങ്ങൾ നടന്നിട്ടുണ്ട് ഈ വഴി തോട്ടുവരമ്പിൽ ഗതികെട്ട് നടന്നിട്ട്. അപ്പോൾ ഇങ്ങനെ സുവിധാത്ത ഇങ്ങനെ ഒരു വഴി വിട്ട് തന്ന് ശരിയാക്കി തന്നതിൽ വളരെ സുവിധാത്തയ്ക്ക് വളരെ നന്ദിയുണ്ട് നഗരസഭയ്ക്ക്. വർഷങ്ങളായി ഇവിടെ ബാക്കിലുള്ള കുറേ ആൾക്കാർക്ക് പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് യാത്ര ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ബുദ്ധിമുട്ടുകൾ പിന്നെ നികത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ടും എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ സുബൈദ മാഡം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവർ വന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഇത് ഉണ്ടായപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. വളരെ വളരെ വൃത്തിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. 19 പേർക്ക് പോകാനുള്ള ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലം കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ കൊടുത്തു. പിന്നെ സുബൈദ മാഡം ചെയർപേഴ്സൺ വന്ന് റിക്വസ്റ്റ് ചെയ്ത കാരണം കൊടുത്തു. നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഈ റോഡ് പണി കഴിച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള റോഡുകൾ ഉണ്ടാക്കി. ഉദാഹരണത്തിന് ടൗണിലെ KRS റോഡ്, അത് കോഴിക്കോട് റോഡിൽ നിന്ന് നിലമ്പൂർ റോഡിലേക്ക് മുട്ടുന്ന ഭാഗം വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അത് അവിടുത്തെ വ്യക്തികളുമായി സംസാരിച്ച് ബിൽഡിങ്ങിന് അവർക്ക് പെർമിഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥലം വിട്ടു തരികയും ടൗണിലെ വലിയ ഗതാഗത കുരുക്ക് തീർക്കാനും സാധിക്കും. അതുപോലെ നഗരസഭ മലപ്പുറം റോഡാണെങ്കിലും കോഴിക്കോട് റോഡാണെങ്കിലും പാണ്ടിക്കാട് റോഡിലും ഒക്കെ ഇതേപോലെ വൈഡനിങ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എൻ്റെ വാർഡും കൂടിയായ ഈ വാർഡിൽ മലബാർ ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് കോഴിക്കോട് റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത്. അതിന് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സ്ഥലം വിട്ടു തന്നെ നമ്മുടെ ശശിയേട്ടന് അതുപോലെ തന്നെ വിജയേട്ടനുമാണ് നമ്മൾക്ക്. അതായത് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ യാതൊരു മടിയും കൂടാതെ, കാരണം തൊട്ട് ബാക്കിൽ താമസിക്കുന്ന 5-6 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെയാണ് അവർ ആ സ്ഥലം വിട്ടു തന്നത്. ഇതുവരെ അവർ എല്ലാത്തിനും സഹകരിച്ചിട്ടുണ്ട്. യാതൊരു പൈസയോ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് മഞ്ചേരി നഗരസഭയ്ക്ക് വിട്ടു തന്ന് സ്വന്തം അയൽവാസികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാടിൻ്റെ ഒരു വികസനത്തിനും വേണ്ടിയിട്ടും ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഈ സ്ഥലം വിട്ടു തന്നിട്ടുള്ളത്. അതിന് പ്രത്യേകം വിജയേട്ടനെയും അതുപോലെ തന്നെ ശശിയേട്ടനെയൊക്കെ ഈ സമയത്ത്, അതുപോലെ തന്നെ നമ്മളെ ശൈലജ, പിന്നെ അബോക്കരാക്കാൻ്റെ മക്കൾ, അസകുട്ടിയാക്കാൻ്റെ മക്കളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടു തന്നെങ്കിൽ കുറച്ച് ഭാഗം കൂടി കിട്ടിയാൽ ഈ ടൗണിലെ ഗതാഗത കുരുക്ക് തീർക്കാൻ സാധിക്കും. അതും ഈ പദ്ധതിയോടൊപ്പം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്.